നിങ്ങളുടെ കുഞ്ഞ് ഹെഡ് ഓൺ ആയോ എന്നറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വയറിൻ്റെ താഴെഭാഗത്ത് ഭാരം തോന്നുന്നതും ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ പോകേണ്ടി വരുന്നതും വയറിൻ്റെ മുകളിലായി കൂടുതൽ കിക്ക് അനുഭവപ്പെടുന്നതും കുഞ്ഞ് ഹെഡ് ഓൺ ആയതിൻ്റെ ലക്ഷണമാണോ? അതുപോലെ കുഞ്ഞ് ഹെഡ് ഓൺ ആയാൽ എത്ര ദിവസത്തിനുള്ളിൽ ഡെലിവറി നടക്കും? നോർമൽ ഡെലിവറി ഉറപ്പാണോ? ഗർഭിണികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. വീഡിയോ ഉപകാരമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പ്രഗ്നൻസി അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോർമൽ ഡെലിവറിക്ക് തയ്യാറാകുമ്പോൾ കുഞ്ഞിൻ്റെ തല അമ്മയുടെ പെൽവിക്കിൻ്റെ ഭാഗത്തേക്ക് താഴേക്ക് തിരിയുന്ന അവസ്ഥയാണ് ഹെഡ് ഓൺ പൊസിഷൻ അഥവാ സെഫാലിക് പൊസിഷൻ എന്ന് പറയുന്നത്. ഈ പൊസിഷനിലാണ് ഏകദേശം 95% കുഞ്ഞുങ്ങളും ജനിക്കുന്നത്. ഇത് നോർമൽ ഡെലിവറിക്ക് ഏറ്റവും അനുയോജ്യമായ പൊസിഷനാണ്. കുഞ്ഞു ഗർഭപാത്രത്തിനുള്ളിൽ പലതവണ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. സാധാരണയായി 28 ആഴ്ച വരെ കുഞ്ഞ് ഏത് ദിശയിൽ വേണമെങ്കിലും ആയിരിക്കാം. എന്നാൽ 32 മുതൽ 36 ആഴ്ചകൾക്കിടയിലാണ് മിക്ക കുഞ്ഞുങ്ങളും ഹെഡ് ഓൺ പൊസിഷനിലേക്ക് മാറുന്നത്. ചില കുഞ്ഞുങ്ങൾ 37 ആഴ്ച കഴിഞ്ഞിട്ടും തിരിയാം. അതുകൊണ്ട് 8-ാം മാസം വരെ കുഞ്ഞിൻ്റെ തല താഴേക്ക് വന്നില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. അടുത്തത് കുഞ്ഞ് ഹെഡ് ഓൺ ആയിട്ടുണ്ടോ എന്ന് അറിയാനുള്ള മാർഗം സ്കാനിങ് അല്ലെങ്കിൽ ഡോക്ടറുടെ പരിശോധനയാണ്. എന്നാൽ ചില അമ്മമാർക്ക് ചില ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. കുഞ്ഞിൻ്റെ തല ബെൽവേക്കിലേക്ക് ഇറങ്ങുമ്പോൾ താഴെ ഭാഗത്ത് ഭാരം അനുഭവപ്പെടാം. അതേപോലെ തല ബ്ലാഡറിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്നതിനാൽ കൂടുതൽ തവണ ബാത്റൂമിലേക്ക് പോകേണ്ടി വരാം. അടുത്തത് കുഞ്ഞിൻ്റെ കാലുകൾ മുകളിലായതിനാൽ വയറിൻ്റെ മുകളിലാണ് കുഞ്ഞിൻ്റെ കിക്കുകൾ കൂടുതലും അനുഭവപ്പെടുന്നത്. അടുത്തത് മുമ്പ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് താഴെ ഇറങ്ങിയതിന് ശേഷം ശ്വാസം എടുക്കാൻ കുറച്ച് ആശ്വാസം കിട്ടും. അതേപോലെ കുഞ്ഞിൻ്റെ തല താഴേക്ക് വരുമ്പോൾ അവിടെയുള്ള നാഡികളിൽ സമ്മർദ്ദം ഉണ്ടാകും. ഇത് ചിലപ്പോൾ ഷോക്ക് പോലുള്ള ചെറിയ വേദനയായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഹെഡ് ഓൺ ആയതുകൊണ്ട് മാത്രം ഡെലിവറി ഉടനെ നടക്കണമെന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കുഞ്ഞിൻ്റെ ചലനങ്ങൾ പതിവ് പോലെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. മൂവ്മെൻറ്റ് കുറവായി തോന്നിയാൽ ഉടനെ ഡോക്ടറെ കാണിക്കണം. അതേപോലെ ശരീരത്തിൽ ജലാംശം കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ രീതിയിൽ നടക്കുന്നതും നല്ലതാണ്. പക്ഷേ ഓരോരുത്തരുടെയും അവസ്ഥ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം ഫോളോ അപ്പ് ചെയ്യുക. അടുത്തത് പ്രസവത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള പതിവായി വരുന്ന വേദന, വെള്ളം പോവുക, രക്തസ്രാവം, കുഞ്ഞിൻ്റെ ചലനം കുറയുക തുടങ്ങിയവയൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇനി ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്നത് ഹെഡ് ഓൺ ആയാൽ എത്ര ദിവസത്തിനുള്ളിൽ ഡെലിവറി നടക്കും എന്നതാണ്. ഹെഡ് ഓൺ ആയത് മാത്രം നോക്കി ഡെലിവറി തീയതി പറയാൻ കഴിയില്ല. കാരണം ചില കുഞ്ഞുങ്ങൾ 7-ാം മാസത്തിൻ്റെ അവസാനം മുതലോ 8-ാം മാസത്തിൻ്റെ അവസാനം മുതൽ തന്നെ ഹെഡ് ഓൺ പൊസിഷനിൽ എത്താറുണ്ട്. പക്ഷേ 40 ആഴ്ച വരെ ഗർഭത്തിൽ തുടരുകയും ചെയ്യും. ചിലരിൽ ഡെലിവറിക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കുഞ്ഞ് താഴേക്ക് ഇറങ്ങുന്നത്. അതിനാൽ ഹെഡ് ഓൺ ആയി ഇനി വേഗം പ്രസവം ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയാനാവില്ല. അടുത്തത് ഹെഡ് ഓൺ പൊസിഷനിൽ ആയാലും ചില സാഹചര്യങ്ങളിൽ സിസേറിയൻ ആവശ്യമായിട്ട് വരാം. ഉദാഹരണത്തിന് സർവിക്സ് ഓപ്പൺ ആവാതിരിക്കുക, കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക, പ്ലാസൻ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ, മെഡിക്കൽ കാരണങ്ങൾ എന്നിവയൊക്കെ ഇതിനൊരു കാരണമാണ്. ഹെഡ് ഓൺ ആയത് നല്ല കാര്യമാണെങ്കിലും അതുകൊണ്ട് മാത്രം നോർമൽ ഡെലിവറി ഉറപ്പിക്കാൻ പറ്റില്ല. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.